roundabout, come back, and park. നമസ്കാരം. ഐലാമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പരീക്ഷയ്ക്ക് വ്യാകരണ വിഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് വാക്യപ്രയോഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പരിചയപ്പെട്ടു. ഇനി അടുത്തത് പ്രയോഗം മാറ്റുകയാണ്. ആ പ്രയോഗം മാറ്റുക ചിലപ്പോൾ കർത്തരി വാക്യം തന്നിട്ട് അതിനെ കർമ്മണി വാക്യമാക്കുക എന്നായിരിക്കും ചോദ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു ചോദ്യം കിട്ടിയാൽ അത് തെറ്റുകൂടാതെ എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ വീഡിയോ ആദ്യാവസാനം കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തുക. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യങ്ങൾക്കുള്ളിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വാക്യത്തിലെ വാക്കുകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിന് പിന്നിലെ ലളിതമായ വ്യാകരണമാണ് ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. മലയാളത്തിലെ കർത്തരി കർമ്മണി പ്രയോഗങ്ങൾ അഥവാ ആക്റ്റീവ് പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. ഒരു വാക്യത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ടല്ലോ, കർത്താവ്, സബ്ജക്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഈ പ്രവൃത്തിയുടെ ഫലം ആർക്കാണ് കിട്ടുന്നത്? അതാണ് കർമ്മം. ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓബ്ജക്റ്റ്. പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ക്രിയ, വെർബ്. ഇംഗ്ലീഷിൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്. ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ പോലെയാണ് ഇതും. ഓരോരുത്തർക്കും കൃത്യമായ റോളുകളുണ്ടാവും. പോലീസ് മോഷ്ടാവിനെ പിടിച്ചു എന്ന ഈ വാക്യത്തിൽ പോലീസ് കർത്താവായി, മോഷ്ടാവ് കർമ്മവും, പിടിച്ചു എന്നത് ക്രിയയുമായി. വളരെ ലളിതമല്ലേ? ഒറ്റ നോട്ടത്തിൽ അത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? പോലീസ് മോഷ്ടാവിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോലീസിന്റെ ആ ഒരു പ്രവൃത്തിയിലേക്കാണ് പോകുന്നത്. ശരിയാണ്. അതൊരു കർത്തരി പ്രയോഗമാണ്, ആക്റ്റീവ് വോയിസ്. കാരണം കർത്താവായ പോലീസിനാണ് അവിടെ പ്രാധാന്യം. ഓക്കെ. എന്നാൽ ഇതിനെ ഒന്ന് മറിച്ചിട്ടാലോ? മോഷ്ടാവ് പോലീസിനാൽ പിടിക്കപ്പെട്ടു എന്ന്. അതെ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മോഷ്ടാവിലേക്കായി, അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നതിലേക്കും മാറി. ഇതാണ് കർമ്മണി പ്രയോഗം, പാസീവ് വോയിസ്. ഹീറോയായിരുന്ന പോലീസ് ഒരു സഹനടന്റെ റോളിലേക്ക് മാറി. ആ സംഭവത്തിന് വിധേയനായ മോഷ്ടാവ് കേന്ദ്ര കഥാപാത്രമായി. അവിടെയാണ് കർത്തരി കർമ്മണി പ്രയോഗങ്ങളുടെ ഒരു ശക്തി നമ്മൾ കാണുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കഥയിലെ ഹീറോ അതാണ് കർത്താവ്, അതായത് ആക്ഷൻ ചെയ്യുന്ന ആള്. ഒരു വാക്യത്തിൽ ആരാണ് ആ ജോലി ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. അയാളാണ് കർത്താവ്. സിമ്പിളായി പറഞ്ഞാൽ ദ ഡൂവർ. ഈ കർത്താവിനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം ആ വാക്യത്തിലെ ആക്ഷൻ വേർഡ് ഏതാണെന്ന് നോക്കുക. അതിനെ നമ്മൾ ക്രിയ അഥവാ വെർബ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ വാക്കിനോട് ആരെ എന്നോ അല്ലെങ്കിൽ എന്ത് എന്നോ ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണോ അത് തന്നെയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഉദാഹരണ വാക്യത്തിൽ പോലീസ് കർത്താവാകുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. കർമ്മം, നമ്മുടെ അടുത്ത ക്യാരക്ടർ. അതായത് കർത്താവ് ചെയ്യുന്ന ആക്ഷൻ്റെ ഫലം ആർക്കാണോ കിട്ടുന്നത് ആ ആളോ വസ്തുവോ ആണ് കർമ്മം. ചുരുക്കി പറഞ്ഞാൽ ദ റിസീവർ ഓഫ് ദ ആക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കർമ്മത്തെ കണ്ടെത്താനും നമ്മുടെ കയ്യിൽ ഒരു ചോദ്യമുണ്ട്. മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം ആക്ഷൻ വാക്ക്, അതായത് ക്രിയ എടുക്കുക. എന്നിട്ട് അതിനോട് ആരെ അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരവില്ലേ, അതാണ് നമ്മുടെ കർമ്മം. ഇവിടുത്തെ നമ്മുടെ ഉദാഹരണം നോക്ക്. പിടിക്കപ്പെട്ടത് ആരാണ്? മോഷ്ടാവ്. അപ്പോൾ കർത്താവിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളാണ് കർമ്മം. നമ്മുടെ മൂന്നാമത്തെ താക്കോൽ ക്രിയ.
ഇതാണ് ഒരു വാക്യത്തിൻ്റെ എൻജിൻ. അതിലെ ആക്ഷൻ, എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക്, സത്യം പറഞ്ഞാൽ അതില്ലെങ്കിൽ, ക്രിയ ഇല്ലെങ്കിൽ ഒരു വാക്യത്തിന് ജീവനേ ഇല്ല. ഈ ഉദാഹരണത്തിലെ അവസാനത്തെ പ്രയോഗം കണ്ടോ? പിടിച്ചു. ഈ പ്രയോഗമാണ് കർത്താവിനെയും കർമ്മത്തെയും ഒരുമിച്ച് ചേർത്ത് ആ വാക്യത്തിന് ഒരു പൂർണ്ണമായ അർത്ഥം കൊടുക്കുന്നത്. അപ്പം നമുക്ക് കർത്താവ്, കർമ്മം, ക്രിയ ഇതെല്ലാം കിട്ടി. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഒരു വാക്യത്തിൻ്റെ ഫോക്കസ് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. മോഷ്ടാവ് പോലീസിനാൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഒരു സ്വാഭാവികത കുറവ് ഇല്ലേ? നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? ഒരു റോബോട്ട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. വളരെ നല്ല ചോദ്യമാണ്. തീർച്ചയായും നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയില്ല. അത് വളരെ കൃത്രിമമായി തോന്നും. അതെ. എന്നാൽ ഈ കൃത്രിമത്വം തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ അതിനെ ശക്തമാക്കുന്നത്. അതെങ്ങനെയാണ്? ഔദ്യോഗിക ഭാഷ, നിയമം, മാധ്യമങ്ങൾ, പിന്നെ ശാസ്ത്രീയ ലേഖനങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇതിന്റെ യഥാർത്ഥ ഉപയോഗം വരുന്നത്. അവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ സംസാരഭാഷയുടെ ഒഴുക്കിനോ അല്ല പ്രാധാന്യം, കൃത്യതയ്ക്കും വസ്തുനിഷ്ഠതയ്ക്കുമാണ്. അപ്പോ ഈ മാറ്റം വരുത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു സൂത്രവാക്യം ഉണ്ടാകുമല്ലോ. അവൻ പാത്രം കഴുകി എന്നൊരു ലളിതമായ വാക്യം വെച്ച് നമുക്ക് ആ ഘടന ഒന്ന് പരിശോധിച്ചാലോ? ആവാം. അത് കർത്തരി പ്രയോഗമാണ്. അവനാണ് അവിടുത്തെ താരം. ഓക്കെ. ഇതിനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാൻ 3 ലളിതമായ ഘട്ടങ്ങളുണ്ട്. 1, കർത്താവിനെയും കർമ്മത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോ പാത്രം ആദ്യം വരുന്നു. ശരി. 2, യഥാർത്ഥ കർത്താവായ അവൻ എന്നതിനോടൊപ്പം ആൽ എന്നൊരു പ്രത്യയം ചേർക്കുന്നു. ആൽ. അതെ, പ്രവൃത്തി ചെയ്തത് ഇയാളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണത്. അപ്പോ അവൻ എന്നത് അവനാലായി മാറുന്നു. ഓക്കെ. 3-ാം ഘട്ടം ക്രിയയിലുള്ള മാറ്റമാണ്. അതെ, ക്രിയയായ കഴുകി എന്നതിനോടൊപ്പം പെട്ടു എന്നൊരു സഹായക ക്രിയ ചേർക്കുന്നു. കഴുകി എന്നത് കഴുകപ്പെട്ടു എന്നായി മാറുന്നു. അതെ, ആ പെട്ടു പ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ആ കർമ്മം ഒരു പ്രവൃത്തിക്ക് വിധേയമായി എന്നൊരു സൂചന നമുക്ക് കിട്ടും. അപ്പോൾ പൂർണ്ണമായ രൂപം, പാത്രം അവനാൽ കഴുകപ്പെട്ടു. കൊള്ളാം. ശ്രദ്ധ പൂർണ്ണമായും പാത്രത്തിനെന്ത് സംഭവിച്ചു എന്നതിലേക്ക് മാറി. ഈ ആൽ, പെട്ടു എന്നീ 2 കൂട്ടിച്ചേർക്കലുകൾ കൊണ്ട് ഒരു വാക്യത്തിന്റെ മുഴുവൻ ഊന്നലും മാറ്റാൻ കഴിയുന്നു. തീർച്ചയായും അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ഒരുപക്ഷെ പ്രവൃത്തി ചെയ്തതാരാണെന്ന് നമുക്കറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അത് അപ്രധാനമായിരിക്കാം. അപ്പോഴാണ് നമ്മൾ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന് പത്രത്തിൽ വായിക്കുന്നത്. ആരാണ് കൊള്ളയടിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ ബാങ്കിന് എന്ത് സംഭവിച്ചു എന്നതിനാണ് അവിടെ പ്രാധാന്യം. ശരിയാണ്. എന്നാൽ ചിലപ്പോഴിത് മനഃപൂർവ്വം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഉപയോഗിക്കാം. മിസ്റ്റേക്സ് വർ മെയ്ഡ് എന്നൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തെറ്റുകൾ വരുത്തി എന്ന് പറയുന്നില്ല. അത് ശരിയാണ്. രാഷ്ട്രീയക്കാരും വലിയ കമ്പനികളും ഈ പ്രയോഗം സ്ഥിരമായി ഉപയോഗിക്കുന്നത് കാണാം. ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ആരാണ് ചെയ്തത് എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ ശാസ്ത്രീയ ലേഖനങ്ങളുടെ കാര്യമോ? അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണം നടത്തി എന്ന് പറയാതെ ദ എക്സ്പെരിമെന്റ് വാസ് കണ്ടക്റ്റഡ് അല്ലെങ്കിൽ പരീക്ഷണം നടത്തപ്പെട്ടു എന്ന് പറയുന്നത്? അവിടെ ലക്ഷ്യം നേരെ തിരിച്ചാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങളോ സ്വാധീനമോ ഒഴിവാക്കി പൂർണ്ണമായ വസ്തുനിഷ്ഠത നൽകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തിപരമായ താൽപ്പര്യം കടന്നുവരാം. എന്നാൽ പരീക്ഷണം നടത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ് നടത്തിയതിനേക്കാൾ പരീക്ഷണത്തിന്റെ ഫലങ്ങൾക്കാണ് പ്രാധാന്യം. ഇത് വായനക്കാരന് ഒരു ശാസ്ത്രീയമായ വിശ്വാസ്യത നൽകുന്നു. കൊള്ളാം. അതൊരു മികച്ച ഉദാഹരണമാണ്. അപ്പോ ഒരു വാക്യം തിരഞ്ഞെടുക്കുന്നത് കേവലം ഒരു ശൈലിയുടെ പ്രശ്നമല്ല, അത് ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയാണ്. വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രം എഴുതുന്നു. അത് കേൾക്കുമ്പോൾ ഒരു പ്രവൃത്തി യാന്ത്രികമായി നടന്നു എന്ന തോന്നൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ കർത്താവിന് പ്രാധാന്യം നൽകുന്ന കർത്തരി പ്രയോഗവും കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന കർമ്മണി പ്രയോഗവും ഒരു വാക്യത്തിൻ്റെ ഊന്നൽ മാറ്റാനുള്ള വഴികളാണ്.
കർത്താവിനോട് ആൽ ചേർക്കുന്നതും ക്രിയയോട് പെട്ടു ചേർക്കുന്നതുമാണ് ഈ മാറ്റത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. ഇത് വളരെ ആഴത്തിലുള്ള ഒരു ചർച്ചയായി. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇനി പാഠപുസ്തകത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ നൽകി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കണം. മെത്രാൻ ഒരു നിമിഷത്തേക്ക് ഒന്നും മിണ്ടാതെ. ഈ വാക്യം പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചതല്ല, ഏതോ സ്കൂളിലെ പരീക്ഷയ്ക്ക് കർമ്മണി പ്രയോഗമാക്കാൻ ചോദിച്ചു കണ്ടതാണ്. ഈ വാക്യത്തിൽ കർമ്മമേ ഇല്ല. ഒന്നും മിണ്ടാതെ നിന്നു എന്ന ക്രിയയുടെ കർമ്മം കണ്ടുപിടിക്കണമെങ്കിൽ ആരെ നിന്നു, എന്തിനു നിന്നു എന്ന് ചോദിക്കേണ്ടി വരും. ഇവിടെ ഉത്തരം കിട്ടില്ല. കാരണം ഇത് അകർമ്മക ക്രിയയാണ്. കർമ്മമില്ലാത്ത ക്രിയയെ എടുത്തിട്ട് എങ്ങനെയാണ് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉത്തരം എഴുതണമെന്ന് കുട്ടിയോട് ആവശ്യപ്പെടാൻ പറ്റുക? ഇത്തരം ചോദ്യങ്ങൾ യുക്തിക്ക് നിരക്കാത്തതും കുട്ടികളെ ചിന്താക്കുഴപ്പത്തിൽ ആക്കുന്നതുമാണ്. കുട്ടികൾ വ്യാകരണം വെറുത്തു പോകുന്ന സന്ദർഭങ്ങളാണിത്. ഇതുപോലത്തെ മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. ഈ വാക്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ചോദ്യം കുട്ടികൾക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഇടുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അതിൽ കർത്താവ്, കർമ്മം, ക്രിയ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദ്യകർത്താവ് മുൻകൂട്ടി മനസ്സിലാക്കി ചോദ്യങ്ങൾ ഇട്ടാൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 ഘടകങ്ങൾ മാത്രമുള്ള ലഘുവാക്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത്തരം ലഘുവാക്യങ്ങൾ ആയിരിക്കണം എന്നില്ല. വാക്യം എത്ര ദീർഘമാണെങ്കിലും പ്രയോഗം മാറ്റാനുള്ള വഴി അവിടെ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ? ഉദാഹരണത്തിന്, ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവരെ കൃപരും കൃതവർമാവും കൊന്നുവീഴ്ത്തി. ഈ ദീർഘമായ വാക്യം മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ വാക്യം കർമ്മണി പ്രയോഗം ആക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിലെ ക്രിയ അഥവാ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം ഏതാണെന്ന് കണ്ടെത്തണം. ഇവിടെ കൊന്നുവീഴ്ത്തി എന്നതാണ് ക്രിയ. രണ്ടാമത് ചിന്തിക്കേണ്ടത് ആരാണ് കൊന്നുവീഴ്ത്തിയത്? ഇവിടെ പ്രവൃത്തി ചെയ്യാൻ 2 പേരാണുള്ളത്, കൃപരും കൃതവർമാവും. ഇവരാണ് ഇവിടുത്തെ കർത്താവ്. അല്ലെങ്കിൽ എന്തിനെ കൊന്നുവീഴ്ത്തി എന്ന ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരമാണ് ഇവിടുത്തെ കർമ്മം. പുറത്തു ചാടി ഓടാൻ ചെന്നവരെ എന്നതാണ് ഇവിടുത്തെ കർമ്മം. അതിനു മുമ്പുള്ളതൊക്കെ വിശേഷണങ്ങളാണ്. അത് അതുപോലെ തന്നെ എഴുതുക. ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ചെന്നവർ കൃപരാലും കൃതവർമാവിനാലും കൊന്നു വീഴ്ത്തപ്പെട്ടു എന്ന രീതിയിൽ കർമ്മണി വാക്യം അവിടെ ശരിയായി കിട്ടും. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രയോഗം മാറ്റുക എന്ന് മാത്രമേ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളൂ. അത് കർത്തരിയിൽ നിന്നും കർമ്മണിയിലേക്കാണോ അതോ കർമ്മണിയിൽ നിന്നും കർത്തരിയിലേക്കാണോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 രീതിയിലും ചോദിക്കാം. അത് ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. കിനാവ് വെള്ളായ്യപ്പനാൽ കാണപ്പെട്ടു. ഇങ്ങനെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ കാണപ്പെട്ടു എന്ന ക്രിയ കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് കർമ്മണി പ്രയോഗം ആണ് എന്ന്. ഇതിനെ കർത്തരി രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ടു എന്ന ക്രിയ കിട്ടും. വെള്ളായ്യപ്പനാൽ എന്നതിലെ ആൽ വിഭക്തി മാറ്റി നാമത്തിൻ്റെ നിർദ്ദേശിക രൂപം നമ്മളവിടെ ഉപയോഗിക്കണം. വെള്ളായ്യപ്പൻ എന്ന നാമം അവിടെ കിട്ടും. എന്തിനെ കണ്ടു? കിനാവിനെ കണ്ടു എന്ന് പറയാനാവില്ല, അല്ലെങ്കിൽ പറയാറുമില്ല. അവിടുത്തെ എ എന്ന വിഭക്തി മാറ്റി കിനാവ് എന്ന പദം മാത്രമാക്കി അവിടെ കർമ്മത്തെ മാറ്റും. വെള്ളായ്യപ്പൻ കിനാവ് കണ്ടു എന്നതാണ് ഇതിൻ്റെ കർത്തരി രൂപം. ഇനി ചിലപ്പോൾ ഒരു ചോദ്യവാക്യത്തിലാണ് പ്രയോഗം മാറ്റാൻ ചോദിക്കുന്നതെങ്കിലോ? ഒരു ഉദാഹരണം, മകനെ നീ കൊലപാതകം ചെയ്തോ? മകനെ കൊലപാതകം നിന്നാൽ ചെയ്യപ്പെട്ടോ എന്നാണ് അതിൻ്റെ കർമ്മണി രൂപം. മകനെ എന്ന സംബോധന ഇവിടെ ആദ്യം വരുന്നു. ഇത്രയുള്ള വ്യത്യാസം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ക്രിയയുടെ കാലത്തിനനുസരിച്ചിട്ട് വേണം ഇവിടെ മാറ്റം വരുത്താൻ. ഉദാഹരണമായിട്ട്, കണ്ടു എന്ന ഭൂതകാല ക്രിയയാണെങ്കിൽ കാണപ്പെട്ടു എന്നും, കാണുന്നു എന്ന വർത്തമാനകാല ക്രിയയാണെങ്കിൽ കാണപ്പെടുന്നു എന്നും, കാണും എന്ന ഭാവികാല ക്രിയയാണെങ്കിൽ കാണപ്പെടും എന്നും
മാറ്റം വരുത്തണം. ചുരുക്കത്തിൽ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1. വാക്യത്തിലെ കർത്താവായി വരുന്ന നാമപദത്തോട് ആൽ എന്ന വിഭക്തി പ്രത്യയം ചേർക്കുക. 2. കർമ്മപദത്തോടുകൂടി എ വിഭക്തി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 3. ക്രിയാപദത്തെ പെട്ടു എന്ന ധാതുരൂപം ചേർത്ത് അനുപ്രയോഗിക്കുക.